കേരള PSC ഓപ്പറേറ്ററിൻ്റെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സിലബസിൽ ഫസ്റ്റ് മോഡ്യൂളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് സെഷൻ. ആ ഫസ്റ്റ് സെഷൻസിലുള്ള ബേസിക് കാര്യങ്ങളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക ഈ സെഷനിൽ. അപ്പോൾ ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ് നമ്മുടെ സിലബസിലെ ആദ്യത്തെ ചാപ്റ്ററായിട്ട് വരുന്നത്. മാത്രമല്ല നമ്മുടെ പ്രോപ്പർ ITI ബേസ്ഡ് ടെക്സ്റ്റ് ബുക്സിലെ ഇലക്ട്രിക്കൽ ബേസ്ഡ് സബ്ജക്ട്സ് തുടങ്ങുന്നതിൻ്റെ തുടക്കത്തിലെ പോർഷൻ ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി തന്നെയാണ് അവിടുത്തെയും ഫസ്റ്റ് ചാപ്റ്റർ. അപ്പോൾ നമ്മൾ അതിനെ ബേസ് ചെയ്തായിരിക്കും നമ്മൾ ഈ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോയി, ഈ സെഷൻ മുന്നോട്ട്. വോൾട്ടേജിനെ പറ്റിയാണ് നമ്മൾ ആദ്യം സംസാരിക്കുക. ഓക്കെയാണ്. നമ്മൾ ബേസിക് ഇലക്ട്രിക്കൽ പഠിക്കുന്ന സമയത്തുള്ള ക്വാണ്ടിറ്റികളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി വോൾട്ടേജ് ആണ്. കാരണം കറണ്ടിനെ പറ്റി മിക്ക ആൾക്കാർക്ക് ഒരു ധാരണയുണ്ട്, കറണ്ടിൻ്റെ ഡെഫിനിഷനെ പറ്റി ഒരു ധാരണയുണ്ട്. വോൾട്ടേജ് അല്ലെങ്കിൽ EMF, അതും അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതും അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ, ഇതെല്ലാം ഒരേ ക്വാണ്ടിറ്റിനെ തന്നെയാണ് പറയുന്നത്. പക്ഷേ ഡിഫറൻറ്റ് കോൺസെപ്റ്റിൽ പല രീതിയിൽ ഡിഫൈൻ ചെയ്യപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെയാണ്. ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റിന് കാരണക്കാരനാകുന്ന ഫോഴ്സ്, അതാണ് വോൾട്ടേജ്. EMF എന്ന് പറഞ്ഞ വാക്കിൻ്റെ അവസാനവും എഴുതിയേക്കുന്നത് ഫോഴ്സ് എന്നാണ്. EMF എന്നുള്ള വാക്കിൻ്റെ അവസാനത്തെ വാക്കും എക്സ്പാൻഷനിലെ അവസാനത്തെ വാക്കും ഫോഴ്സ് എന്നുള്ളത്. അപ്പോൾ ഫോഴ്സ് എന്നുള്ള വാക്ക് വോൾട്ടേജിനെ സംബന്ധിച്ച് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഫോഴ്സ് എന്നുള്ള വാക്ക്. ഓക്കെയാണ്. അപ്പോൾ അതെന്താണ് അതിൻ്റെ കാര്യം നമുക്ക് നോക്കാം. വോൾട്ടേജ് എന്ന് പറയുന്നത് ബേസിക്കലി ഇറ്റ് ഈസ് എ ഫോഴ്സ് ബിഹൈൻഡ് മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റിന് കാരണക്കാരനാകുന്ന ഫോഴ്സ് ആരാണോ അയാളെയാണ് നമ്മൾ വോൾട്ടേജ് എന്ന് വിളിക്കുക. അല്ലെങ്കിൽ അയാളെ തന്നെയാണ് നമ്മൾ ഇലക്ട്രോൺസിൻ്റെ, ഇലക്ട്രോ എന്നുള്ള വാക്ക് ഇലക്ട്രോൺസിനെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കപ്പെടും. മോട്ടീവ്, അവർക്കുള്ള പ്രേരണ, അവർക്കുള്ള മോട്ടിവേഷൻ, ദ മോട്ടിവേഷൻ ബിഹൈൻഡ് അല്ലെങ്കിൽ ദ മോട്ടിവേഷണൽ ഫോഴ്സ് ബിഹൈൻഡ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺ ഫ്ലോയ്ക്കുള്ള റീസൺ, ഇലക്ട്രോൺ ഫ്ലോയ്ക്ക് പിന്നിലുള്ള കാരണത്തിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്. ആരാണോ ഇലക്ട്രോൺസിനോട് ഇന്ന പോയിന്റിൽ നിന്ന് ഇന്ന പോയിന്റിലേക്ക് മൂവ് ചെയ്യൂ എന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്ന ഫോഴ്സ്, ആ ഡയറക്ഷൻ പൊട്ടൻഷ്യൽ അനുസരിച്ചിരിക്കും. ആ രണ്ട് പോയിന്റ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനനുസരിച്ചിരിക്കും. ഡിഫറൻസ് എന്തുവാന്നുള്ള കാര്യത്തിലോട്ട് നമുക്ക് വരാം. പക്ഷേ ആ കാരണക്കാരനാകുന്ന ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റിന് കാരണക്കാരനാകുന്ന ആ ഫോഴ്സ്, ഇന്ന പോയിന്റിൽ നിന്ന് ഇന്ന പോയിന്റിലേക്ക് മൂവ് ചെയ്യൂ, ഇത്ര പേര് മൂവ് ചെയ്യണം, ഇത്ര ഫോഴ്സിൽ മൂവ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ആൾ വോൾട്ടേജ് ആണ്. അപ്പോൾ അതാണ് ആ ബേസിക് ക്വാണ്ടിറ്റിയുടെ ഡെഫിനിഷൻ. വോൾട്ടേജ് അല്ലെങ്കിൽ EMFന് നമ്മൾ ഒരേ കോണ്ടെക്സ്റ്റ് തന്നെയാണ് ഡിഫൈൻ ചെയ്യുന്നത്, ഫോഴ്സ് ബിഹൈൻഡ് മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ്. ഇനി ഇതല്ല, അതിനെക്കാട്ടിയും കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഈ രണ്ട് പേരുകൾ കൂടാണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നുള്ള പേരോ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എന്നുള്ള പേരോ പറയുമ്പോൾ നമ്മൾ ആ ഡെഫിനിഷൻ്റെ വ്യാപ്തി ഒന്ന് ചെറുതായിട്ട് കൂട്ടും. ഓക്കെയാണ്. ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന വാക്ക് ഫോഴ്സ് എന്നുള്ള വാക്കാണ്. ഫോഴ്സ് ബിഹൈൻഡ് മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ്, ഇലക്ട്രോൺ ഫ്ലോയ്ക്ക് കാരണമാകുന്ന ഫോഴ്സ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്ന വാക്ക് പൊട്ടൻഷ്യൽ എന്നുള്ള വാക്കാണ്, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിലേക്ക് പോകുന്ന വാക്കാണ്. പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ ഈ ഫോഴ്സ് എന്നുള്ളത് മാറി അവിടെ എനർജി എന്നുള്ള കോൺസെപ്റ്റ് വരും. ഫോഴ്സ് എങ്ങനെ എനർജി ആവുക, അല്ലെങ്കിൽ ഫോഴ്സ് എങ്ങനെയാണ് വർക്ക് ഡൺ ആവുക? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വർക്ക് ഡൺ. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വർക്ക് ഡൺ. വർക്ക് ഡണ്ണിനും എനർജിക്കും ഒരേ ഡയമെൻഷനാണ്. എനർജിയും വർക്ക് ഡണ്ണും സെയിം ക്വാണ്ടിറ്റി തന്നെയാണ്. ഓക്കെ ആണ്. ഇനി നമ്മൾ ആ പറഞ്ഞ കാര്യത്തിലോട്ട് വരാം. ഫോഴ്സ് ബിഹൈൻഡ് മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ്, ഇലക്ട്രോൺ ഫ്ലോയ്ക്ക് കാരണമാകുന്ന ഫോഴ്സ്. ആ ഫോഴ്സിൻ്റെ കൂടെ ഡിസ്റ്റൻസും കൂടെ വന്നാൽ, ഡിസ്റ്റൻസിനെയും കൂടെ ചേർത്താണ് പറയുന്നതെങ്കിൽ ഫോഴ്സ് എന്നുള്ളതിന് പകരം നമ്മൾ വർക്ക് ഡൺ എന്നാണ് പറയുക. അവിടെയാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യലിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ് ഡിഫൈൻഡ് ആസ് ദ വർക്ക് ഡൺ ഇൻ മൂവിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. ഒരു സിംഗിൾ പോസിറ്റീവ് ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്നും, നമുക്കറിയാത്ത ഏതോ ഒരു പോയിന്റിൽ നിന്നും നമുക്കറിയാവുന്ന ഒരു പോയിന്റിലേക്ക് മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടുന്ന വർക്ക് ഡണ്ണിനെയാണ് ദ വർക്ക് ഡൺ ഇൻ മൂവിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി. ആ പോയിന്റ് ഏതാണെന്ന് നമുക്ക് അറിയത്തില്ല, ഡിഫൈൻഡ് അല്ല. നമുക്കറിയാത്ത ഏതോ വളരെ ദൂരെയുള്ള ഒരു പോയിന്റിൽ നിന്നും ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ നമ്മൾ പറയുന്ന ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരാൻ ചെയ്യേണ്ട വർക്കിനെ, എടുക്കേണ്ട ജോലിയുടെ പേരാണ് ദാറ്റ് വർക്ക് ഡൺ ഈസ് കോൾഡ്. ആ ജോലിയുടെ പേരാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ് ഡിഫൈൻഡ് ആസ് ദ വർക്ക് ഡൺ ഇൻ മൂവിങ് എ യൂണിറ്റ്. ഒരെണ്ണമാണ് എ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം എന്നാണ് അർത്ഥം.
എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം എവിടുന്ന് ഇൻഫിനിറ്റിയിൽ നിന്നും നമ്മൾ പറയുന്ന നമുക്കറിയാവുന്ന ഏതോ ഒരു പോയിന്റിലേക്ക് ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരാൻ ചെയ്യേണ്ട ജോലിയുടെ പേരാണ് വർക്ക് ഡൺ. അതിനകത്ത് തന്നെ ആ ഫോഴ്സ് ഒളിഞ്ഞിരിക്കുന്നത് വർക്ക് ഡൺ എന്താ മാത്തമാറ്റിക്കലി എന്താണ് മാക്സിന്റെ ഇക്വേഷൻ അനുസരിച്ച് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഇ എം എഫിലെ ഫോഴ്സിന്റെ കൂടെ നമ്മൾ ഡിസ്റ്റൻസിനെയും കൂടെ ചേർത്ത് പറയുമ്പോൾ അത് വർക്ക് ഡൺ ആവുന്നേ ഉള്ളൂ. രണ്ടും സെയിം ക്വാണ്ടിറ്റി ആണ്. വോൾട്ടേജിന്റെ യൂണിറ്റ് വോൾട്ട് തന്നെയാണ്, ഇ എം എഫിന്റെ യൂണിറ്റ് വോൾട്ട് തന്നെയാണ്, പൊട്ടൻഷ്യലിന്റെ യൂണിറ്റും വോൾട്ട് തന്നെയാണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ യൂണിറ്റും വോൾട്ട് തന്നെയാണ്. ഒരേ ക്വാണ്ടിറ്റിയെ തന്നെയാണ് നമ്മൾ പറയുന്നത്. പല പല പേരുകളിൽ പല പല ഡെഫിനിഷൻസിൽ പല പല കോൺസെപ്റ്റിൽ പറയുമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരേ ആളെ തന്നെയാണ് നമ്മൾ ഈ പറയുന്നത്. പഠിക്കുമ്പോഴും നമുക്ക് ആ ഒരു ഐഡിയ നമുക്ക് മനസ്സിൽ പതിഞ്ഞിരിക്കണം. വോൾട്ടേജ് എന്ന് പറഞ്ഞാലും ഇ എം എഫ് എന്ന് പറഞ്ഞാലും പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാലും പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാലും ഇനി നോർമലി നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഉപയോഗിക്കുന്ന ചില വാക്കുകളും കൂടെ ഉണ്ട്. ഇലക്ട്രിക് ടെൻഷൻ എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ്. കോമൺ ആയിട്ട് ഉപയോഗിക്കപ്പെടുന്ന വാക്കുകൾ അല്ലാത്തതുകൊണ്ട് സിലബസിൽ ആ പേര് എടുത്ത് പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ടാണ് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാത്തത്. ഇലക്ട്രിക് ടെൻഷൻ എന്നോ ഇലക്ട്രിക് പ്രഷർ എന്നോ വിളിക്കുന്നതും ഇവരെ തന്നെയാണ്. PSC ഒരു വട്ടം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനിൽ ഇലക്ട്രിക് പ്രഷർ എന്ന് പറയുന്നത് ആരുടെ പേരാണ് എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വോൾട്ടേജ് ആ ഉത്തരം. അപ്പോൾ വോൾട്ടേജ്, ഇ എം എഫ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, പൊട്ടൻഷ്യൽ, ഇലക്ട്രിക് ടെൻഷൻ, ഇലക്ട്രിക് പ്രഷർ ഇതെല്ലാം ഒറ്റ ആൾ തന്നെ, വോൾട്ടേജ് തന്നെയാണ്. ബേസിക്കലി ഈ പേരെല്ലാം ഉണ്ടെങ്കിലും ആള് വോൾട്ടേജ് തന്നെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ആ നേരത്തെ പറഞ്ഞ കാര്യത്തിലോട്ട് വരാം. വോൾട്ടേജ് എന്ന് പറയുന്നത് ഇ എം എഫ് എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്തത് ഒരു ഫോഴ്സ് ആയിട്ടാണ്. പൊട്ടൻഷ്യൽ ആണെങ്കിൽ ആ ഫോഴ്സിൻ്റെ കൂടെ ഒരു ഡിസ്റ്റൻസും കൂടെ വന്നു. ഇത്ര ദൂരം ഇൻഫിനിറ്റിയിൽ നിന്ന് ഇത്ര ദൂരം മൂവ് ചെയ്ത് വന്നു എന്ന് പറഞ്ഞപ്പോൾ അത് പൊട്ടൻഷ്യലായി. മൂന്നാമത്തെ സംഗതി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അതായത് ഇതേ നേരത്തെ പറഞ്ഞ അതേ ഐഡിയ തന്നെ, ഇൻഫിനിറ്റി എന്നുള്ളത് മാറ്റിയിട്ട് രണ്ടും നമുക്ക് അറിയാവുന്ന പോയിന്റുകൾ, പോയിന്റ് എ പോയിന്റ് ബി, ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് ഒരു യൂണിറ്റ്, അവിടെയും ഒരെണ്ണമാണ്, ഒരു പോസിറ്റീവ് ചാർജിനെ, യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം എന്നാണ്, യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക്, ഡിഫറൻസ് എന്ന് പറയണമെങ്കിൽ മിനിമം 2 പേര് വേണം എന്ന് നമുക്കറിയാം. അപ്പോൾ പൊട്ടൻഷ്യൽ എന്നുള്ള വാക്കിൻ്റെ കൂടെ ഡിഫറൻസ് എന്ന് ചേർക്കുമ്പോൾ 2 പോയിന്റും നമുക്ക് അറിയാവുന്ന പോയിന്റുകളാണ്. ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരാൻ, the work done in moving a unit positive charge from one point to another. ഈ പോയിന്റ് അറിയത്തില്ല, ഈ പോയിന്റ് ഇൻഫിനിറ്റി ആയിരുന്നെങ്കിൽ അതിൻ്റെ പേര് പൊട്ടൻഷ്യൽ എന്നായിരുന്നു. 2 പോയിന്റ് നമുക്ക് അറിയാമെങ്കിൽ, ഇഫ് ബോത്ത് ദ പോയിന്റ്സ് ആർ നോൺ അല്ലെങ്കിൽ ഡിഫൈൻഡ്, അങ്ങനെയാണെങ്കിൽ ആ പോയിന്റിന്റെ അല്ലെങ്കിൽ ആ ഡെഫിനിഷനെ നമ്മൾ പൊട്ടൻഷ്യൽ എന്നുള്ള വാക്കിന്റെ കൂടെ ഡിഫറൻസും കൂടെ ചേർത്തു. 2 പോയിന്റ് നമുക്ക് അറിയാവുന്നത് കൊണ്ടാണ് അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞത്. 2 പോയിന്റിനിടയ്ക്ക് കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ, കറണ്ട് ഒഴുകണമെങ്കിൽ, ഇലക്ട്രോൺസ് മൂവ് ചെയ്യണമെങ്കിൽ ഈ 2 പോയിന്റും തമ്മിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യലിൽ വ്യത്യാസം ഉണ്ടായിരിക്കണം. എന്നാലേ ഈ 2 പോയിന്റിനിടയ്ക്ക് ചാർജ് ഫ്ലോ അല്ലെങ്കിൽ കറണ്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് കറണ്ടിന്റെ കാരണം. അത് തന്നെ നമ്മൾ ആദ്യമേ പറഞ്ഞു, ദ റീസൺ ബിഹൈൻഡ് മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺസ് ആണ് ഇ എം എഫ് എന്ന്. അപ്പോൾ എല്ലാവരും ഒരേ പേരുകാർ തന്നെയാ. മാത്തമാറ്റിക്കൽ റിലേഷൻസിലോട്ടും കൂടെ പോവാം. ഡെഫിനിഷൻസ് പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് ബേസിക്കലി എന്താണ് ഇ എം എഫിൻ്റെ ഇക്വേഷൻ? നമ്മൾ വോൾട്ടേജിൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഓർമ്മയിൽ വരുന്നത് V = I × R എന്ന് പറയുന്ന ഓംസ് ലോയുടെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എപ്പോഴും വരുന്ന ഇക്വേഷൻ. ആ ഇക്വേഷൻ നമുക്ക് വേണം, പ്രോബ്ലം ചെയ്യാൻ ഉൾപ്പെടെ വേണം. അതവിടെ നിൽക്കട്ടെ. വോൾട്ടേജ് ഇസ് ഈക്വൽ ടു കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. വോൾട്ടേജ് ഇസ് ഈക്വൽ ടു കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. ഇത് ഓംസ് പറഞ്ഞ നിയമത്തിൻ്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷനാണ്. ആ ഇക്വേഷൻ കൂടാതെ വോൾട്ടേജിനായിട്ടൊരു തനിയെ ഇക്വേഷൻ ഉണ്ട്. വോൾട്ടേജ് ഇസ് ഈക്വൽ ടു W/Q, അല്ലെങ്കിൽ ഇറ്റ് ഈസ് വർക്ക് ബൈ ചാർജ്. ഒരു ചാർജ് ചെയ്ത വർക്ക്. നേരത്തെ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞു, 5 പേര് ചേർന്ന് ചെയ്ത വർക്കാണെങ്കിൽ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എന്ന് പറയുമ്പോൾ ആ 5 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടി വരും. ബേസിക് മാത്സ് ആണ്. അത് തന്നെയാണ് ഇവിടെ ഡെഫിനിഷനായി വന്നിരിക്കുന്നത്. വർക്ക് ബൈ ചാർജ് ആണ് വോൾട്ടേജിൻ്റെ ബേസിക്കലി ഉള്ള ഇക്വേഷൻ. വർക്ക് ഡൺ ബൈ നമ്പർ ഓഫ്, എത്ര ചാർജുകൾ ചേർന്നാണ് ആ വർക്ക് ചെയ്തത്, അത് ചെയ്താൽ വോൾട്ടേജിൻ്റെ ഇക്വേഷൻ കിട്ടും.
ഇതിനെ V ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ Q. ചാർജിനെ സൂചിപ്പിക്കുന്ന നൊട്ടേഷനാണ് Q. വർക്ക് ബൈ ചാർജ്, അതല്ലെങ്കിൽ ചേഞ്ച് ഇൻ വർക്ക് dW/dQ എന്നും മാത്തമാറ്റിക്കലി നമുക്ക് പറയാം. അത്രയും ഡീപ്പായിട്ട് പോയില്ലെങ്കിൽ ചിലപ്പോൾ ഇക്വേഷനകത്ത് W/Q എന്നുള്ളതിന് പകരം dW/dQ എന്നുള്ള വാക്ക് ഉപയോഗിക്കപ്പെടാം. അതാണ് dW/dQ നമ്മൾ എഴുതാനുള്ള കാരണം. ഓക്കെ ആണേ. അപ്പോൾ വർക്ക് ഡൺ ബൈ ചാർജ് ആണ് ബേസിക്കലി. യൂണിറ്റ് കൂടെ നോക്കാം. വർക്കിൻ്റെ യൂണിറ്റ് ജൂൾ ആണ്. എനർജിയുടെ അതേ യൂണിറ്റ് തന്നെ. വർക്ക് ഈസ് ജൂൾ, ജൂൾ പെർ കൂളും. ജൂൾ പെർ കൂളും. ജൂൾ എന്ന് പറയുന്നത് വർക്ക് ഡണ്ണിൻ്റെ യൂണിറ്റ് ആണ്, അല്ലെ എനർജിയുടെ യൂണിറ്റ് ആണ്. കൂളുംബ് എന്ന് പറയുന്നത് ചാർജിൻ്റെ യൂണിറ്റ് ആണ്. ചാർജിൻ്റെ യൂണിറ്റ് ആണ് കൂളുംബ്. അപ്പോൾ ഇത് പഠിച്ചു പോകുമ്പോൾ ബേസിക്കലി ഡെഫിനിഷൻസ് ആൻഡ് യൂണിറ്റ്സ് എന്ന് എഴുതിയേക്കുന്നത് കൊണ്ട് ഈ യൂണിറ്റുകൾ നമുക്കൊന്ന് പരിചയപ്പെട്ടിരിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം വോൾട്ടേജ് ഇസ് ഈക്വൽ ടു ജൂൾ പെർ കൂളും. ഒരു ജൂൾ പെർ കൂളുംബിനെ വിളിക്കുന്ന ഒറ്റ വാക്കാണ് 1 വോൾട്ട്. വോൾട്ട് ഈസ് ഡിഫൈൻഡ് ആസ് ജൂൾ പെർ കൂളും. ജൂൾ പെർ കൂളുംബ് എന്നാണ് വോൾട്ടേജിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുക. വോൾട്ട് ഈസ് ഡിഫൈൻഡ് ആസ് ജൂൾ പെർ കൂളും. ഒരു വോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 വോൾട്ട് ഈസ് ഈക്വൽ ടു 1 ജൂൾ പെർ കൂളും, അല്ലെങ്കിൽ 5 ജൂൾ ബൈ 5 കൂളുംബ് എന്ന് പറഞ്ഞാലും 1 വോൾട്ട് തന്നെയാണ്. ബേസിക് ഡെഫിനിഷൻ ജൂൾ പെർ കൂളുംബ് ആണ്. അപ്പോൾ വോൾട്ട് എന്തിന് ഈക്വൽ ആണ് എന്ന് ചോദിച്ച് ജൂൾ ബൈ മീറ്റർ, അല്ലെങ്കിൽ വാട്ട് ബൈ മീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ ജൂൾ ബൈ മീറ്റർ സ്ക്വയർ, അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഓപ്ഷൻസ് ഇട്ട് ഈ ചോദ്യങ്ങൾ ചോദിക്കാവുന്ന. യൂണിറ്റുകളെ എങ്ങനെ ഒരു ചോദ്യമാക്കി മാറ്റാമെന്ന് നമുക്ക് ആ ഒരു എക്സാമ്പിളിൽ നിന്ന് തന്നെ മനസ്സിലാവും. അപ്പോൾ വോൾട്ട് എന്ന് പറയുന്ന 1 വോൾട്ട് ഈസ് സിമിലർ ടു എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. അതിൻ്റെ ആൻസർ ജൂൾ പെർ കൂളുംബ് ആണ്. 1 വോൾട്ട് ഈസ് ഈക്വൽ ടു 1 ജൂൾ പെർ കൂളുംബ്. അതാണ് നമ്മൾ ഇവിടെ എഴുതിയേക്കുന്നത്. ബേസിക്കലി അത് വർക്ക് ബൈ ചാർജ് ആണ്. അതിൻ്റെ യൂണിറ്റ് എന്താണ്? വോൾട്ടേജിൻ്റെ ബേസിക് യൂണിറ്റ് വോൾട്ട് ആണ്. എഴുതുമ്പോൾ VOLT എന്ന് എഴുതുമെങ്കിലും ക്യാപിറ്റൽ V വെച്ചിട്ടായിരിക്കും നമ്മൾ ഡിനോട്ട് ചെയ്യുക. ബേസിക് യൂണിറ്റ് ഈസ് വോൾട്ട്. ഓക്കെ ആണ്. ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്, ആ ഫോഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസിനെ ഒരു സർക്യൂട്ടിൽ കൂടെ ഡ്രൈവ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യിപ്പിക്കാൻ സഹായിക്കുന്ന, അതിൻ്റെ കാരണക്കാരനായ ഫോഴ്സിനെയാണ് നമ്മൾ ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് എന്ന് വിളിക്കുക. അപ്പോൾ EMF, വോൾട്ടേജ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഇലക്ട്രിക് ടെൻഷൻ അല്ലെങ്കിൽ ഇലക്ട്രിക് പ്രഷർ, ഇതെല്ലാം ഒരു ക്വാണ്ടിറ്റി ആണെന്നും പൊട്ടൻഷ്യലിനും പൊട്ടൻഷ്യൽ ഡിഫറൻസിനും ഡെഫിനിഷൻ ഉണ്ട്. അത് വർക്ക് ഡൺ എന്ന് പറയുന്ന ഫോഴ്സിൻ്റെ കൂടെ ഡിസ്റ്റൻസിനെയും കൂടെ ബന്ധപ്പെടുത്തി പറയുന്നതാണെന്ന് ഇപ്പം നമുക്കറിയാം. വെറും ഫോഴ്സ് ആയിട്ട് മാത്രമാണ് ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ വോൾട്ടേജ് എന്നോ EMF എന്നോ ആയിരിക്കും നമ്മളതിനെ പറയുന്നത്. ഓക്കെ ആണ്. പൊട്ടൻഷ്യലും പൊട്ടൻഷ്യൽ ഡിഫറൻസും സെയിം ആൾക്കാരാണ്. പൊട്ടൻഷ്യൽ ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആകെപ്പാടെ ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു പോയിന്റിലേക്ക് വരുവാണെങ്കിൽ പൊട്ടൻഷ്യൽ എന്നും, 2 പോയിന്റും ഡിഫൈൻഡ് ആണെങ്കിൽ, ഡിഫറൻസ് പറയാൻ പറ്റിയ 2 പോയിന്റുകൾ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. dW/dQ ബേസിക് ഇക്വേഷൻ. W/Q എന്ന് എഴുതിയാലും ഓക്കെയാ. ചേഞ്ചിനെയും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് dW/dQ, അല്ല സ്മോൾ dq ആയാലും ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെയും കണ്ടിട്ടുണ്ട്. ഓക്കെ. ജൂൾ പെർ കൂളുംബ് ആണ് യൂണിറ്റ്. അപ്പോൾ വോൾട്ടേജിനെ സംബന്ധിക്കുന്ന ബേസിക് ഇക്വേഷൻസ് V ഈസ് ഈക്വൽ ടു I × R എന്നുള്ള ഇക്വേഷൻ മറക്കരുത്. അതുകൂടാതെ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ചാർജ്, അതല്ലെങ്കിൽ dW/dQ ജൂൾ പെർ കൂളുംബ് എന്ന് യൂണിറ്റ് വരാവുന്ന തരത്തിൽ ഏതെങ്കിലും ഇക്വേഷനകത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ക്വസ്റ്റ്യനകത്ത് വാല്യൂസ് കിടക്കുവാണെങ്കിൽ ആ വോൾട്ടേജുമായി ബന്ധപ്പെട്ട ഏറ്റവും ബേസിക്കായ മാത്തമാറ്റിക്കൽ റിലേഷൻസ് മാത്രം നമ്മൾ ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. യൂണിറ്റ് വോൾട്ട് ആണ്. നമ്മൾ ഈ പറഞ്ഞതിൻ്റെ ഡെഫിനിഷൻ ഒഴിച്ച് ബാക്കി പറഞ്ഞതിൻ്റെ എല്ലാം ഒരു സമ്മറി ദാ ഈ ഒരൊറ്റ ബോക്സിനകത്ത് കിടക്കും. പ്രോബ്ലമാറ്റിക്കായിട്ട് വരാൻ ചാൻസ് ഉള്ള എന്തെങ്കിലും ഈ ബ്ലോക്കിനകത്തു നിന്നായിരിക്കും നമുക്ക് വരാനുള്ള ചാൻസ്. ഓക്കെ. അങ്ങനെയാണ് നമ്മൾ വോൾട്ടേജിനെ പറ്റി പറഞ്ഞത്. ഇനി അടുത്ത കാര്യത്തിലോട്ട് പോകാം. രണ്ടാമത്തെ ക്വാണ്ടിറ്റി, നമ്മുടെ ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റിയിൽ പറഞ്ഞിരുന്ന രണ്ടാമത്തെ ക്വാണ്ടിറ്റി കറണ്ട് ആണ്. ആദ്യം വോൾട്ടേജ് ആയിരുന്നു ബേസിക് ക്വാണ്ടിറ്റി, സെക്കൻഡ് ബേസിക് ക്വാണ്ടിറ്റി കറണ്ട് ആണ്. കറണ്ടും ഒരു ബേസിക് നൊട്ടേഷൻ ആണ്. ആംപിയർ ഒരു
ഡിറൈവ്ഡ് യൂണിറ്റ് അല്ല, ബേസിക് യൂണിറ്റ് ആണ്. അത്തരം കാര്യങ്ങൾ നമുക്ക് അധികം യൂണിറ്റിനെ പറ്റി പറയേണ്ട, ഡിറൈവ്ഡ് എന്താ ബേസ് എന്താന്ന് ഇവിടെ പറയേണ്ട കാര്യം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കാത്തത്. അപ്പോൾ നമുക്ക് എന്താണ് കറണ്ട് എന്നുള്ള ഡെഫിനിഷൻ നോക്കിയാലോ. ബേസിക്കലി നമുക്ക് അറിയാവുന്ന കാര്യം കറണ്ട് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രിക് കറണ്ട് ഈസ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. ഓക്കെ, ഇലക്ട്രിക് കറണ്ട് ഈസ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. അതാണ് നമ്മുടെ ആദ്യത്തെ ഡെഫിനിഷൻ, ബേസിക് ഡെഫിനിഷൻ അതാണ്. കറണ്ടിന്റെ യൂണിറ്റ് എന്താണ്? ആംപിയർ ആണ് കറണ്ടിന്റെ യൂണിറ്റ്. ക്യാപിറ്റൽ എ വെച്ചായിരിക്കും നമ്മൾ ഡിനോട്ട് ചെയ്യുക, ആംപിയർ. നേരത്തെ എഴുതിയ ഇക്വേഷൻ V is equal to IR എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ എഴുതിയായിരുന്നു. വോൾട്ടേജ് is equal to കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. അതിനകത്ത് നിന്ന് വേണമെങ്കിൽ I is equal to V/R എന്ന് എഴുതാം. ഈ റിലേഷൻ തന്നെ താഴെ എഴുതിയേക്കുന്നത് കറണ്ടിനെ ബേസ് ചെയ്ത് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കറണ്ടിനെ ബേസ് ചെയ്ത് വരാവുന്ന മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് V is equal to I into R, അതിനകത്ത് തന്നെ I is equal to V/R. ബേസിക് ഡെഫിനിഷൻ എന്താണ്? ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണെന്നുള്ളതല്ല ബേസിക് ഡെഫിനിഷൻ. കറണ്ട് ഈസ് ഡിഫൈൻഡ് ആസ് ചാർജ് ബൈ ടൈം. കറണ്ട് ഈസ് ഡിഫൈൻഡ് ആസ്, ബേസിക് ഇക്വേഷൻ ഇതാണ്, ചാർജ് ബൈ ടൈം. ദ നമ്പർ ഓഫ് കൂളുംസ്, ഇലക്ട്രോൺസിന്റെ ചാർജിന്റെ യൂണിറ്റ് ആണ് കൂളുംബ്. എത്ര കൂളുംബ് ചാർജ് ഒരു പർട്ടിക്കുലർ പോയിന്റിലൂടെ ഇന്ന സമയത്ത്, 1 സെക്കൻഡ് ആണെങ്കിൽ അത്, 10 സെക്കൻഡ് ആണെങ്കിൽ അത്, അങ്ങനെ ടൈമിനെ റിലേറ്റഡ് ആയി, ടൈമിനെ ഡിനോമിനേറ്റർ ആയി വെച്ചുകൊണ്ട്, ടൈമിനെ റെഫറൻസ് ആക്കി വെച്ചുകൊണ്ട് എത്ര ചാർജ് ഫ്ലോ ചെയ്യുന്നു, ചാർജ് ബൈ ടൈം, അതാണ് കറണ്ടിന്റെ ഡെഫിനിഷൻ. കറണ്ട്, ഇലക്ട്രിക് കറണ്ട് ഈസ് ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് ചാർജസ്, നമ്പർ ഓഫ് കൂളുംസ് ഓഫ് ചാർജസ് പാസിംഗ് ത്രൂ എ പോയിന്റ് അറ്റ് എ പർട്ടിക്കുലർ ടൈം, അല്ലെങ്കിൽ അറ്റ് യൂണിറ്റ് ടൈം എന്ന് പറഞ്ഞാലും എളുപ്പമാണ്. ഓക്കെ ആണ്. അപ്പോൾ കറണ്ടിന്റെ ഇക്വേഷൻ, മാത്തമാറ്റിക്കലി എഴുതാൻ പറ്റുന്ന ഇക്വേഷൻ, കറണ്ട് ഇസ് ഈക്വൽ ടു ചാർജ് ബൈ ടൈം, ദാറ്റ് ഇസ് ഈക്വൽ ടു Q/T. അതല്ലെങ്കിൽ dQ/dt. നേരത്തെ നമ്മൾ വോൾട്ടേജിന് dW/dQ എന്ന് എഴുതിയതുപോലെ ഇവിടെ ചേഞ്ച് ഇൻ ചാർജ് ബൈ ചേഞ്ച് ഇൻ ടൈം, അതിനെ dQ/dt എന്ന് വേണമെങ്കിലും എഴുതാം. കറണ്ട് ഈസ് ഡിഫൈൻഡ് ആസ് ദ ചേഞ്ച് ഇൻ ചാർജ് ബൈ ചേഞ്ച് ഇൻ ടൈം. ബേസിക്കലി ഇറ്റ് ഈസ് Q/T. കറണ്ടിന്റെ, നമ്മൾ വോൾട്ടേജിന്റെ കാര്യം പറഞ്ഞ പോലെ കറണ്ടിന്റെ എല്ലാ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസും ബേസിക് ആയിട്ടുള്ള കുഞ്ഞു പ്രോബ്ലംസിനകത്ത് വരുന്ന റിലേഷൻസ് എല്ലാം നമ്മൾ ഈ ബോക്സിനകത്ത് പറഞ്ഞിട്ടുണ്ട്. dQ/dt. അപ്പോൾ യൂണിറ്റ് എങ്ങനെയായിരിക്കും? ആംപിയർ എന്ന് പറഞ്ഞാൽ കൂളുംബ് ബൈ ടൈം, നമ്പർ ഓഫ് ചാർജ് ബൈ ടൈം ആണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ചാർജിന്റെ യൂണിറ്റ് കൂളും, ടൈം T. അപ്പോൾ കൂളുംബ് ബൈ ടൈമിന്റെ യൂണിറ്റും കൂടെ ചേർത്താൽ സെക്കൻഡ്. കൂളുംബ് ബൈ സെക്കൻഡ് ആണ് കറണ്ടിന്റെ യൂണിറ്റ്. കറണ്ടിന്റെ യൂണിറ്റ് ഇസ് കൂളുംബ് ബൈ സെക്കൻഡ്. കൂളുംബ് ബൈ സെക്കൻഡ് എന്നല്ല നമ്മൾ അതിനെ പോപ്പുലർലി വിളിക്കുക. കുറച്ചും കൂടെ നമുക്ക് അറിയാവുന്ന യൂണിറ്റ് ആംപിയർ ആണ്. ആംപിയർ എന്ന് പറഞ്ഞാൽ കൂളുംബ് ബൈ സെക്കൻഡ് തന്നെയാണ്. ആംപിയർ എന്നുള്ള പേര് പറഞ്ഞ് വിളിച്ചു എന്നേ ഉള്ളൂ. ആംപിയർ സർക്യൂട്ടൽ ലോ കണ്ടുപിടിച്ച ആളുടെ ബഹുമാനാർത്ഥം ആ ആംപിയർ എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. 1 ആംപിയർ ഇസ് ഈക്വൽ ടു 1 കൂളുംബ് ബൈ സെക്കൻഡ്. ഒരു ആംപിയർ എന്ന് പറഞ്ഞാൽ 1 കൂളുംബ് ബൈ 1 സെക്കൻഡ് ആണ്. അല്ലെങ്കിൽ 10 കൂളുംബ് ബൈ 10 സെക്കൻഡ് ആണെങ്കിലും 10/10 1 ആയിരിക്കും. അതും 1 ആംപിയർ എന്ന് ഡിഫൈൻ ചെയ്യാം. ബേസിക്കലി 1 ആംപിയർ ഇസ് ഈക്വൽ ടു 1 കൂളുംബ് ബൈ സെക്കൻഡ്. വോൾട്ടേജിനെ ബേസ് ചെയ്ത്, വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഈ കൂട്ടത്തിൽ ആരാണെന്ന് പറഞ്ഞിട്ട് W/Q എന്ന് എഴുതിയതുപോലെ, അതല്ലെങ്കിൽ ജൂൾ പെർ കൂളുംബ് എന്ന് എഴുതിയതുപോലെ 1 ആംപിയർ ഈസ് ഡിഫൈൻഡ് ആസ്, ഈ കൂട്ടത്തിൽ ആരാന്ന് പറഞ്ഞിട്ട് 1 കൂളുംബ് ബൈ 1 ജൂള്, 1 കൂളുംബ് ഇൻറ്റു 1 ജൂള്, 1 കൂളുംബ് ബൈ 1 സെക്കൻഡ്, 1 കൂളുംബ് ഇൻറ്റു 1 സെക്കൻഡ്. ഇങ്ങനെ 4 ഓപ്ഷൻ ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല. അപ്പോൾ നമ്മൾ ആ ബേസിക് ഡെഫിനിഷൻ, കൂളുംബ് ബൈ സെക്കൻഡ് എന്നുള്ള ഡെഫിനിഷൻ, 1 കൂളുംബ് ബൈ 1 സെക്കൻഡ് എന്നുള്ള കാര്യം അതിനകത്തു നിന്നൊന്നും സമാധാനമായിട്ട് ആലോചിച്ച് തിരഞ്ഞെടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ കറണ്ടുമായി ബന്ധപ്പെട്ട ബേസിക്കലി വേണ്ടുന്ന മാത്തമാറ്റിക്കൽ റിലേഷൻസ് നമ്മൾ ഒരുമിച്ച് പറഞ്ഞു. വോൾട്ടേജിൻ്റെ ഡെഫിനിഷൻസ്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മാത്തമാറ്റിക്കൽ റിലേഷൻസും, കുഞ്ഞു പ്രോബ്ലങ്ങൾ ചെയ്യാൻ ബേസ്ഡ് ആയിട്ടുള്ള റിലേഷൻസും ഡെഫിനിഷൻസും യൂണിറ്റ്സും, കറണ്ടിനെയും വോൾട്ടേജിനെയും ബേസ് ചെയ്തുള്ള ആ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി ഉള്ളത് ഓംസ് ലോ ആണ്. ഓംസ് ലോ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഓംസ് ലോയുടെ ഡെഫിനിഷൻ സെൻറ്റൻസ് ആയിട്ട് ചോദിക്കാനുള്ള ചാൻസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും
കാര്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 1826 ഓംസ് ലോ ഫോർമുലേറ്റ് ചെയ്ത് ജോർജ് സൈമൺ ഓം ആണ് ഓംസ് ലോയുടെ പുറകിലുള്ള ആൾ. എന്താണ് പുള്ളി പറഞ്ഞതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒരു കണ്ടക്ടറിൻ്റെ കറണ്ട് കണ്ടക്ട് ചെയ്യുന്ന ഒരു കണ്ടക്ടറിൻ്റെ എ ബി ആണ് കണ്ടക്ടർ എന്ന് വിചാരിച്ചു. ആ കണ്ടക്ടറിൻ്റെ എന്തോ ഒരു റേഷ്യോ കോൺസ്റ്റന്റ് ആണെന്നാണ് പുള്ളി പറഞ്ഞത്. റേഷ്യോ റിമൈൻസ് എ കോൺസ്റ്റന്റ് എന്നാ. എന്ത്? ഈ കണ്ടക്ടറിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെയും അല്ലെങ്കിൽ വോൾട്ടേജ് തന്നെയാണ്, വോൾട്ടേജിൻ്റെയും പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെയും റേഷ്യോ ഒരു കോൺസ്റ്റന്റ് ആണെന്നാണ് പറഞ്ഞത്. എ കോൺസ്റ്റന്റ് റേഷ്യോ ഈസ് മെയിൻറ്റൈൻഡ് ബിറ്റ്വീൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആൻഡ് കറണ്ട് ഇൻ എ സർക്യൂട്ട് വെൻ ദ രണ്ട് കണ്ടീഷനും കൂടെ ഉണ്ട്. ടെമ്പറേച്ചർ ആൻഡ് ഫിസിക്കൽ കണ്ടീഷൻസ് റിമൈനിങ് എ കോൺസ്റ്റന്റ്. ടെമ്പറേച്ചർ ആൻഡ് ഫിസിക്കൽ കണ്ടീഷൻസ് റിമൈനിങ് എ കോൺസ്റ്റന്റ്. അതാണ് ഓംസ് ലോ പറഞ്ഞ കാര്യം. ഓംസ് പറഞ്ഞ കാര്യം അതാണ്. കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള റേഷ്യോ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. എപ്പോൾ? എല്ലായ്പ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കത്തില്ല. എപ്പോൾ? വെൻ ദ ടെമ്പറേച്ചർ ആൻഡ് ഫിസിക്കൽ കണ്ടീഷൻസ് റിമൈനിങ് എ കോൺസ്റ്റന്റ്. എന്തിനാണ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞതെന്നും എന്തിനാണ് ഫിസിക്കൽ കണ്ടീഷൻ എന്ന് പറഞ്ഞതെന്നും നമുക്ക് നോക്കാം. അപ്പോൾ ഓംസ് ലോ വിൽ ഗീവ് ദ റിലേഷൻ ബിറ്റ്വീൻ വോൾട്ടേജ്, കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ് ഓഫ് എ സർക്യൂട്ട്. നമ്മൾ നേരത്തെ ഓംസ് ലോയുടെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ എന്ന് പറഞ്ഞ ആ ഇക്വേഷൻ എഴുതിയിരുന്നു. വോൾട്ടേജ് ഇസ് ഈക്വൽ ടു കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. ഇതിനെ തിരിച്ചും മറിച്ചും ചോദ്യങ്ങളായിട്ട് തന്നെ വരാം. വോൾട്ടേജ് ഈക്വൽ ടു കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഇക്വേഷൻ തന്നെ I ഇസ് ഈക്വൽ ടു V ബൈ R എന്ന് പറഞ്ഞ് വരാം. R ഇസ് ഈക്വൽ ടു V ബൈ I എന്ന് പറഞ്ഞ് ഈ മൂന്ന് രീതിയിലും ആ ഇക്വേഷൻസ് ഏതെങ്കിലും പ്രോബ്ലത്തിൽ നമുക്ക് ചോദ്യമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മളിപ്പം പറഞ്ഞത്. ഈ മൂന്ന് റിലേഷൻസും V ഈക്വൽ ടു IR എന്ന് പറയുന്ന മാത്തമാറ്റിക്കൽ ഇക്വേഷൻ I ഇൻറ്റു R ആണ്. I ഇസ് ഈക്വൽ ടു അതേ ഇക്വേഷനിൽ തന്നെ V ബൈ R എന്ന് എഴുതാം. R ഇസ് ഈക്വൽ ടു അതേ ഇക്വേഷനിൽ തന്നെ V ബൈ I എന്ന് എഴുതാം. ഈ മൂന്ന് റിലേഷനും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകാതെ ചോദിക്കുന്ന ചോദ്യത്തിൽ ആരെയാണ് കണ്ടുപിടിക്കേണ്ടത്, ആരെയൊക്കെ തന്നിട്ടുണ്ടെന്നുള്ളതനുസരിച്ച് കൃത്യമായി ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മുടെ ജോലി. ഓക്കെ ആണ്. ഓംസ് ലോയുടെ കാര്യം തന്നെ പറയുന്നത്. ഓംസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ്, കറക്റ്റ് ഡെഫിനിഷൻ ആയിട്ട് പറഞ്ഞാൽ, ദ റേഷ്യോ ഓഫ് വോൾട്ടേജ് അക്രോസ് എനി 2 പോയിന്റ്സ് ഓഫ് എ സർക്യൂട്ട്. നേരത്തെ പറഞ്ഞ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എയും ബിയും, ഒരു സർക്യൂട്ടിലെ 2 പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ അതിന് മാറ്റമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ആൻഡ് കറണ്ട്, അതിനും കറണ്ടും തമ്മിലുള്ള റേഷ്യോ വിൽ ബി എ കോൺസ്റ്റന്റ് പ്രൊവൈഡഡ് ഫിസിക്കൽ കണ്ടീഷൻസ്. ഏതൊക്കെ ഫിസിക്കൽ കണ്ടീഷൻസ്? നെയിംലി ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കണം. ആ സർക്യൂട്ടിലെ ഫിസിക്കൽ കണ്ടീഷൻ മാറരുത്. അതായത് നമ്മൾ ആദ്യം എടുക്കുന്നത് ഒരു കണ്ടക്ടറിനെ ആണെങ്കിൽ, അതായത് ആ കണ്ടക്ടർ ഒരു സോളിഡ് മെറ്റീരിയൽ ആണെങ്കിൽ, നമ്മൾ ഈ റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന അല്ലെങ്കിൽ ആലോചിക്കുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന സമയത്തെല്ലാം അത് സോളിഡ് സ്റ്റേറ്റിൽ തന്നെ ആയിരിക്കണം. ഓംസ് ലോ ഡിഫൈൻ ചെയ്യുമ്പോൾ അത് സോളിഡ് സ്റ്റേറ്റിലും പിന്നെ അത് ലിക്വിഡ് സ്റ്റേറ്റിലും ആയി മാറിക്കഴിഞ്ഞാൽ വാലിഡിറ്റി പറയാൻ പറ്റത്തില്ല. ആര് കോൺസ്റ്റന്റ് ആയി റിമെയിൻ ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല. V ബൈ I ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും എന്നുള്ളത് കൃത്യമായി ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. സ്റ്റേറ്റ് മാറിയാൽ, സോളിഡ് മാറി ലിക്വിഡോ ഗ്യാസോ ആയാൽ ആ ലോ നിലനിൽക്കില്ല. നിലനിൽക്കണമെങ്കിൽ ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആയിരിക്കണം. ഫിസിക്കൽ കണ്ടീഷൻസ്, അയാൾ ആദ്യം എടുത്ത ഏതാണോ അയാളുടെ ഫിസിക്കൽ അവസ്ഥ, ആ അവസ്ഥ മാറരുത്. ഗ്യാസ് ആണെങ്കിൽ ഗ്യാസ് ആയിക്കോട്ടെ, സോളിഡ് ആണെങ്കിൽ സോളിഡ് ആയിക്കോട്ടെ, ലിക്വിഡ് ആണെങ്കിൽ ലിക്വിഡ് ആയിക്കോട്ടെ, അത് പിന്നെ മാറാൻ പാടില്ല. അതൊക്കെ മാറുന്നില്ല എങ്കിൽ ദിസ് റേഷ്യോ വിൽ റിമെയിൻ എ കോൺസ്റ്റന്റ് എന്നാണ് ഓംസ് പറഞ്ഞത്. ഓക്കെ ആണ്. അപ്പോൾ ഈ ഇങ്ങനെ ഒരു സർക്യൂട്ടിൽ എന്നാണ് ഓംസ് പറഞ്ഞത്, 2 പോയിന്റിനിടയ്ക്ക്. അപ്പോൾ ഇവിടെ കറണ്ട് ഫ്ലോ ചെയ്യാൻ ഒരു വഴിയുണ്ട്, പാത്തുണ്ട്. സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഒരു ബാറ്ററിയിൽ നിന്നും ഇതൊരു സർക്യൂട്ട് എന്ന് വിളിക്കാം. കാരണം ഇതൊരു ക്ലോസ്ഡ് പാത്താണ്, കറണ്ടിന് ഫ്ലോ ചെയ്യാൻ ഒരു വഴിയുണ്ട്. അപ്പോൾ അങ്ങനെ ക്ലോസ്ഡ് പാത്തായ ഒരു സ്ഥലത്തെ നമുക്ക് ഓംസ് ലോ ഡിഫൈൻ ചെയ്യാൻ പറ്റൂ. കാരണം ഇല്ലെങ്കിൽ കറണ്ട് എന്ന് പറയുന്ന ആളെ അവിടെ കാണാൻ പറ്റില്ല. കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ പാത്ത് ക്ലോസ്ഡ് ആയിരിക്കണം, അല്ലെങ്കിൽ കറണ്ട് 0 ആയി പോകും. കറണ്ട് 0 ആയാൽ, ഡിനോമിനേറ്റർ 0 ആയാൽ ഇതിനെ ഡിവൈഡ് ചെയ്താൽ റെസിസ്റ്റൻസ് വിൽ ബിക്കം ഇൻഫിനിറ്റി. അങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യാത്ത ഓപ്പൺ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി ആയിട്ടുള്ളൊരു പാത്തിനെ വിളിക്കുന്ന പേരാണ്
ഓപ്പൺ സർക്യൂട്ട്. ഇത് നമുക്ക് ഓംസ് ലോ അറിയാമെങ്കിൽ നമ്മൾ ബേസിക് ആയിട്ട് ഓർത്തിരിക്കണമെന്ന് നിർബന്ധമില്ലാത്തൊരു കാര്യമാണ്. ഓംസ് ലോ നമുക്ക് അറിയാമായിരിക്കും, പക്ഷേ ഈ ഒരു കാര്യം നമ്മൾ പെട്ടെന്ന് അങ്ങ് ഓർക്കണമെന്നില്ല. ഓപ്പൺ സർക്യൂട്ട് എന്ന പേരിൽ തന്നെ കിടപ്പുണ്ട്, ആ സർക്യൂട്ട് ഓപ്പൺ ആണ്. ഓപ്പൺ ആണെങ്കിൽ അപ്പോഴേ നമ്മുടെ മനസ്സിൽ വരേണ്ട കാര്യം, ഓപ്പൺ ആണെങ്കിൽ ഇനി കറണ്ട് ഫ്ലോ ഉണ്ടാവത്തില്ല. ഓപ്പൺ ആണ്, കറണ്ട് ഫ്ലോ ഇല്ല എന്നുണ്ടെങ്കിൽ ദ റെസിസ്റ്റൻസ് വിൽ ബി. അപ്പോൾ കറണ്ടിന്റെ ഇക്വേഷൻ അങ്ങ് മനസ്സിൽ അവിടെ വരണം. I is equal to V by R അല്ലെങ്കിൽ R is equal to V by I. ഓപ്പൺ ആണെങ്കിൽ കറണ്ട് ഫ്ലോ ഇല്ല, കറണ്ട് വിൽ ബിക്കം സീറോ. ഡിനോമിനേറ്റർ സീറോ ആയാൽ ഏതൊരു ക്വാണ്ടിറ്റി ബൈ സീറോ ആണെങ്കിലും അത് ഇൻഫിനിറ്റി ആയിരിക്കും. ഇൻഫിനിറ്റ്ലി ഹൈ റെസിസ്റ്റൻസ്. ഇതാണ് ഇൻഫിനിറ്റ്ലി ഹൈ റെസിസ്റ്റൻസ് ആണ് ഓപ്പൺ സർക്യൂട്ടിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ ആണ്. ഐഡിയൽ ഓപ്പൺ സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് എത്ര എന്ന് ചോദിച്ച് ചോദ്യം വരാം. ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. സ്വിച്ച് ഓപ്പൺ ആവുന്ന സമയത്ത്, സ്വിച്ച് ഓഫ് ആവുന്ന സമയത്ത്, അതായത് കറണ്ട് ഫ്ലോ ഇല്ലാത്ത സമയത്തിനെയാണ് നമ്മൾ ഈ ഓപ്പൺ സർക്യൂട്ട് എന്നുള്ള കണ്ടീഷൻ വെച്ച് ഡിഫൈൻ ചെയ്യുക. ഓംസ് ലോയുടെ കൂടെ തന്നെ ഇത് നമ്മുടെ നിമിയുടെ പുസ്തകങ്ങളിലൊക്കെ ITI ബേസ്ഡ് ഉള്ള ടെക്സ്റ്റ് ബുക്കുകളിൽ, സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകളിൽ ഓംസ് ലോയുടെ ഡെഫിനിഷൻ്റെ കൂടെ തന്നെയാണ് ഓപ്പൺ സർക്യൂട്ടിനെയും ഷോർട്ട് സർക്യൂട്ടിനെയും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് അതും കൂടെ നമ്മൾ ഇവിടെ തന്നെ പറഞ്ഞത്. ഓക്കെ ആണ്. ഇപ്പം നമ്മൾ ഓപ്പൺ സർക്യൂട്ടിനെ പറ്റിയാണ് സംസാരിച്ച് ഓംസ് ലോനെ ബേസ് ചെയ്ത്. ഇതേപോലെ നമ്മൾ ഈ ഓംസ് ലോനെ ബേസ് ചെയ്ത് ഓപ്പൺ സർക്യൂട്ടിനെ പറ്റി പറഞ്ഞതുപോലെ V is equal to I into R എന്ന് പറഞ്ഞ ഇക്വേഷനിൽ നമ്മൾ ഒരു ബാറ്ററി വെച്ചിട്ടൊരു വോൾട്ടേജ് കൊടുത്തു ഒരു സർക്യൂട്ടിലേക്ക്. ആ സർക്യൂട്ടിൽ റെസിസ്റ്റൻസേ ഇല്ല എന്നുണ്ടെങ്കിൽ, ഒരു റെസിസ്റ്റൻസും ഇല്ല എന്നുണ്ടെങ്കിൽ, R is equal to 0 ആണെന്നുണ്ടെങ്കിൽ വോൾട്ടേജ് എന്തായി പോവും? 0 ആയി പോവും. അങ്ങനെ ഒട്ടും റെസിസ്റ്റൻസ് ഇല്ലാത്ത, ഐഡിയലി 0 റെസിസ്റ്റൻസ് ഉള്ള ഒരു പാത്തിനെ വിളിക്കുന്ന പേരാണ് ഷോർട്ട് സർക്യൂട്ട്. ഷോർട്ട് സർക്യൂട്ട് മൂലം ഉണ്ടാകുന്ന അപകടം എന്ന് പറയുന്നിടത്ത് ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഒരു തുള്ളി പോലും റെസിസ്റ്റൻസ് ഇല്ലാത്ത ഒരു സ്ഥലത്ത് കറണ്ട് വിൽ ബി മാക്സിമം, ഏറ്റവും മാക്സിമം ആയിരിക്കും, പക്ഷെ വോൾട്ടേജ് 0 ആയിരിക്കും. കറണ്ടിന് കടന്നു പോകാൻ ഏറ്റവും എളുപ്പമുള്ള സ്ഥലമായിരിക്കും ഷോർട്ട് സർക്യൂട്ട്. അതുകൊണ്ടാണ് അതുമൂലം അപകടങ്ങൾ ഉണ്ടാകുന്നത്. ആ ഏരിയ നമുക്ക് ഡീറ്റെയിൽ ആയി ഇലക്ട്രിക്കൽ ആക്സിഡൻസിനെ പറ്റിയൊക്കെ ഓപ്പറേറ്ററിൻ്റെ സിലബസ് തന്നെ ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. ആ സമയത്തുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഷോർട്ട് സർക്യൂട്ട് സമയത്ത് വോൾട്ടേജ് 0 ആയിരിക്കും, റെസിസ്റ്റൻസും 0 ആയിരിക്കും എന്നുള്ള കാര്യം മറക്കരുത്. അങ്ങനെയാണെങ്കിൽ ഓപ്പൺ സർക്യൂട്ടിൻ്റെ അവസ്ഥ എന്താണ്? ഓപ്പൺ സർക്യൂട്ടിൻ്റെ സമയത്ത് കറണ്ട് 0 ആണ്. അവിടെയും V ഈക്വൽ ടു IR എന്ന് എഴുതിയേക്കുന്നത് കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ലെങ്കിൽ റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി ആണെന്നാണ് മനസ്സിലാക്കി വെക്കാനുള്ള കാര്യം. ഷോർട്ട് സർക്യൂട്ടിൽ വോൾട്ടേജ് 0 ആണ്, റെസിസ്റ്റൻസ് വിൽ ബി 0, വളരെ ചെറിയ റെസിസ്റ്റൻസ്. അതായിരിക്കും ഓപ്പൺ സർക്യൂട്ടിൻ്റെ കണ്ടീഷൻ. നെക്സ്റ്റ് ഈസ് പവർ. ഓക്കെ, ഓപ്പൺ സർക്യൂട്ടിൻ്റെ വരെയുള്ള കണ്ടീഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഓംസ് ലോനെ ബേസ് ചെയ്തുള്ള ബേസിക് ഡെഫിനിഷൻസ്, വോൾട്ടേജ്, കറണ്ട്, വോൾട്ടേജിനെയും കറണ്ടിനെയും റെസിസ്റ്റൻസിനെയും റിലേറ്റ് ചെയ്യുന്ന ഓംസ് ലോ എന്ന് പറഞ്ഞ ആ ഒരു ഐഡിയ വരെയുള്ള കാര്യം നമ്മൾ ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള സെഷൻസിൽ ഇത് കഴിഞ്ഞ് വരുന്ന ടോപ്പിക്കിലേക്കായിരിക്കും നമ്മൾ പോവുക. ഓക്കെ.